പണ്ട് പണ്ട് ഒരു കാട്ടിലെ ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചില്ലയിൽ ഒരു ആൺകുരുവിയും പെൺകുരുവിയും കൂടുകെട്ടി വളരെ സന്തോഷത്തോടു കൂടി താമസിച്ചിരുന്നു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ പെൺകുരുവി മുട്ടയിട്ടു. മുട്ടകൾ വിരിയുന്ന ദിവസവും നോക്കി കുരുവികൾ കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വേനൽക്കാലത്ത് മദമിളകിയ ഒരു ആന കുരുവികൾ താമസിച്ചിരുന്ന വൃക്ഷത്തിൻ്റെ അടുത്തെത്തി. ചൂട് സഹിക്കാനാകാതെ ആന മരത്തിൻ്റെ തണലിൽ ചെന്നു നിന്നു. മദപ്പാടുകൊണ്ട് ആകെ അസ്വസ്ഥനായ ആന തുമ്പിക്കൈകൊണ്ട് മരക്കൊമ്പുകൾ പിടിച്ചൊടിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കൊമ്പിൽ കൂടുകെട്ടിയിരുന്ന കുരുവികളുടെ കൂട് തകർന്ന് താഴേക്ക് വീണു. കൂട്ടിലുണ്ടായിരുന്ന മുട്ടകളെല്ലാം പൊട്ടിപ്പോവുകയും ചെയ്തു. ആൺകുരുവിയും പെൺകുരുവിയും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. മുട്ടകളെല്ലാം പൊട്ടിപ്പോയത് കണ്ടപ്പോൾ പെൺകുരുവിക്ക് സങ്കടം സഹിക്കാനായില്ല. അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ കേട്ട് കൂട്ടുകാരിയായ ഒരു മരംകൊത്തി അവിടെ എത്തി കാര്യം തിരക്കി. പെൺകുരുവി മരംകൊത്തിയോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ ആ ദുഷ്ടനായ മദയാന കൊന്നുകളഞ്ഞു. ഈ ദുഃഖം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു. അത് കണ്ടപ്പോൾ മരംകൊത്തിക്കും സങ്കടം തോന്നി. എങ്കിലും മരംകൊത്തി കൂട്ടുകാരിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അരുത്, മരിച്ചു പോയവരെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. പെൺകുരുവി പറഞ്ഞു, ശരി തന്നെ, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്ന ആ മദയാനയോട് എനിക്ക് ക്ഷമിക്കാനാവില്ല. അവനോട് പ്രതികാരം ചെയ്യണം, എങ്കിലേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ. മരംകൊത്തി പെൺകുരുവി പറഞ്ഞതിനോട് യോജിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരിയാണ്, ആ ആനയോട് പകരം ചോദിക്കുക തന്നെ വേണം. പക്ഷേ ആനയോട് പക വീട്ടാൻ നമ്മെക്കൊണ്ടാവില്ല. എനിക്ക് ഒരു തേനീച്ചയുണ്ട് എൻ്റെ കൂട്ടുകാരിയായിട്ട്. നമുക്ക് അവളെ ഒന്ന് ചെന്ന് കാണാം. ഒരുപക്ഷെ അവൾക്ക് നമ്മെ സഹായിക്കുവാൻ കഴിഞ്ഞേക്കും. അങ്ങനെ മരംകൊത്തി പെൺകുരുവിയെയും കൂട്ടി തേനീച്ചയുടെ അടുത്തെത്തി. അവർ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. കുരുവിയുടെ കഥ കേട്ടപ്പോൾ തേനീച്ചയ്ക്കും ദുഃഖം തോന്നി. അവൾ പറഞ്ഞു, മദയാനയാണ് നമ്മുടെ ശത്രു. മദമിളകിയ ആനയെ നാം വളരെ സൂക്ഷിക്കണം. സാരമില്ല, ഞാൻ നിങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് വാക്കുകൊടുത്തു. എന്നിട്ട് അവൾ എന്തു പറഞ്ഞു, എനിക്ക് ഒരു തവളച്ചങ്ങാതിയുണ്ട്, മഹാബുദ്ധിമാനാണവൻ. അവൻ നമ്മളെ സഹായിക്കാതിരിക്കുകയില്ല. അങ്ങനെ അവർ 3 പേരും കൂടെ മേഘനാഥൻ എന്ന് പറയുന്ന ആ തവളയുടെ അടുത്തെത്തി. കാര്യങ്ങൾ കേട്ടപ്പോൾ തവള പറഞ്ഞു, ആ മദമിളകിയ ആന നമ്മുടെ മുമ്പിൽ വെറും നിസ്സാരനാണ്. അവനെ വീഴ്ത്താനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ തേനീച്ച നേരെ പോയി ആനയുടെ ചെവിയിലിരുന്ന് മൂളണം. മൂളലിൻ്റെ ശബ്ദം കേട്ട് അവൻ കണ്ണടച്ച് മയങ്ങാൻ തുടങ്ങും. ആ സമയം മരംകൊത്തി പറന്നു ചെന്ന് ആനയുടെ കണ്ണുകളിൽ കൊത്തണം. അപ്പോൾ പ്രാണവേദനയോടെ അവൻ പായുമ്പോൾ ഞാനൊരു പൊട്ടക്കിണറിൻ്റെ അരികിലിരുന്ന് കരയാം. വെള്ളച്ചാലാണെന്ന് കരുതി ആന അവിടെ എത്തുകയും പൊട്ടക്കിണറ്റിൽ വീണ് അവൻ്റെ കഥ കഴിയുകയും ചെയ്തു. പിന്നെ ഒട്ടും താമസിച്ചില്ല. എല്ലാം തവള പറഞ്ഞതുപോലെ തന്നെ നടന്നു. തേനീച്ച മദയാനയുടെ ചെവിക്കുള്ളിലിരുന്ന് മധുരമായി മൂളി. അത് കേട്ട് ആന കണ്ണടച്ചു മയങ്ങി. അപ്പോൾ മരംകൊത്തിപ്പെണ്ണ് പാഞ്ഞു ചെന്ന് ആനയുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. ആന വേദന സഹിക്കാതെ ഓട്ടമായി. ഉടനെ തവള പൊട്ടക്കിണറിൻ്റെ വക്കിലിരുന്ന് പ്രോക്രോം പ്രോക്രോം എന്ന് ഉറക്കെ കരഞ്ഞു. തവളയുടെ കരച്ചിൽ കേട്ടപ്പോൾ അവിടെ വെള്ളമുണ്ടാകുമെന്ന് കരുതി ആന അങ്ങോട്ടോടി. അങ്ങനെ പൊട്ടക്കിണറ്റിലേക്ക് ആന വീണു. അവൻ്റെ കഥയും കഴിഞ്ഞു. ഈ കഥ പറഞ്ഞ് പെൺകുളക്കോഴി ഭർത്താവിനോട് പറയുകയാണ്, അതാണ് ഞാൻ പറഞ്ഞത്, ഐക്യമുണ്ടെങ്കിൽ ഏത് പ്രയാസമുള്ള കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ കുളക്കോഴി എന്തു പറഞ്ഞു, ശരി, നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് സമുദ്രം കുടിച്ചു വറ്റിക്കാനായി ചങ്ങാതിമാരായ എല്ലാ കിളികളെയും വിളിക്കാം. അവൻ മറ്റു പക്ഷികളെയെല്ലാം വിളിച്ചു വരുത്തി കാര്യം പറഞ്ഞു. കുളക്കോഴിയെ സഹായിക്കാനായി പക്ഷികളെല്ലാം കൂട്ടമായി അവിടെ പറന്നെത്തി. അവരെല്ലാം സമുദ്രത്തിലേക്ക് ഇറങ്ങി ചിറകുകൾ കൊണ്ട് തിരമാലകളിൽ ആഞ്ഞടിക്കുവാൻ തുടങ്ങി. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ അവർ തളർന്നു. സമുദ്രത്തിനാണെങ്കിൽ ഒന്നും സംഭവിക്കുന്നുമില്ല. അപ്പോൾ മറ്റൊരു പക്ഷി പറഞ്ഞു, ഇങ്ങനെ സമുദ്രത്തോട് പൊരുതിയിട്ട് ഒരു കാര്യവുമില്ല. നല്ലൊരു വിദ്യയുണ്ട്. കുറേ മണ്ണും പൊടിയും ശേഖരിച്ചു കൊണ്ടുവന്ന് സമുദ്രത്തിലിട്ട് നമുക്ക് ഇവനെ നികത്തിക്കളയാം. അതൊരു നല്ല വിദ്യയാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. അവരെല്ലാം പോയി കൊക്ക് നിറയെ മണ്ണും പൊടിയും കൊത്തിക്കൊണ്ടുവന്ന് സമുദ്രത്തിലിട്ടു. പക്ഷേ എന്നിട്ടും സമുദ്രമുണ്ടോ നികത്താനാകുന്നു? അപ്പോഴേക്കും പക്ഷികളെല്ലാം ക്ഷീണിച്ചവശരായി കഴിഞ്ഞു. അത് കണ്ടപ്പോൾ അതിലൊരു പക്ഷി പറഞ്ഞു, നമ്മൾ വിചാരിച്ചാലൊന്നും സമുദ്രത്തെ തോൽപ്പിക്കാനാവില്ല.
ഒരു വഴിയുണ്ട്. അങ്ങകലെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആ ആൽമരത്തിൽ ഒരു വയസ്സൻ നീർക്കാക്ക താമസിക്കുന്നുണ്ട്. നമുക്കവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടാം. ഏത് കാര്യത്തിലും അനുഭവമുള്ളവരുടെ ഉപദേശം തേടണമെന്നാണല്ലോ ചൊല്ല്. വയസ്സൻ നീർക്കാക്കയുടെ ബുദ്ധി കാരണം വലയിൽപ്പെട്ട നീർക്കാക്കകൾ രക്ഷപ്പെട്ട കഥ അറിയാമോ? മറ്റു പക്ഷികൾക്ക് ആ കഥ അറിയുമായിരുന്നില്ല. അങ്ങനെ ആ ഒരു പക്ഷി അവർക്കായി വയസ്സൻ നീർക്കാക്കയുടെ ബുദ്ധി കാരണം വലയിൽ നിന്ന് രക്ഷപ്പെട്ട നീർക്കാക്കകളുടെ കഥ പറയുവാൻ തുടങ്ങി. ആ കഥ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം.